ആക്ച്വലി കഥ പറഞ്ഞപ്പോ അത്ര സൈക്കോ ഒന്നും ഉണ്ടായില്ല, ചെയ്തു വന്നപ്പോ സൈക്കോ ആക്കിയതാണ് ഡയറക്ടർ. കഥ പറഞ്ഞപ്പോ സാധാരണ കള്ളനായിരുന്നു, വെച്ചാലും രോമാഞ്ചം പോലെ തന്നെ വേണം വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിഴിഞ്ഞ് അങ്ങനെ ആക്കിയെടുത്താണ്. രണ്ടുപേരും കൂടി മുറിയില് എന്ത് കാണിക്കുന്നതിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ പുണ്യാളൻ കഴിഞ്ഞായിട്ട് ആൾക്കാരുടെ മുഖത്തൊരു പുഞ്ചിരി കാണുമ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു. വളരെയധികം സന്തോഷമുണ്ട്, കാരണം നല്ല റെസ്പോൺസാണ് കണ്ടവരെല്ലാവരും പറയുന്നത്. അപ്പോൾ ഈ പ്രസ് മീറ്റിംഗ് വെച്ചത് നമ്മളെല്ലാവരും കണ്ട് കാര്യങ്ങളൊന്നും കൂടി വരുമ്പോൾ എത്താത്ത ആൾക്കാരുടെ അടുത്ത് എത്തിക്കുക എന്നുള്ളൊരു പോയിന്റിലാണ്. അപ്പോൾ സാധാരണ എല്ലാ പടവും തിയേറ്ററിൽ ഇറങ്ങി കുറേ പേര് അത് തിയേറ്ററിൽ നിന്ന് മിസ് ഔട്ട് ചെയ്തിട്ട് OTT വന്നു കഴിയുമ്പോൾ നല്ല പടമായിരുന്നു മെസ്സേജും കമൻറ്റും കുറേ വരാറുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ മാക്സിമം പടം കാണാൻ ശ്രമിക്കും. എന്നാൽ മാത്രമേ പ്രൊഡ്യൂസറിന് നല്ലത് ഞങ്ങൾക്ക് നല്ല കാര്യമുള്ളൂ. അപ്പോൾ കാരണം ഈ പടം എടുത്തേക്കുന്ന രീതിയും അങ്ങനെയാണ്, കാരണം അനമോഫിക് ലെൻസിൽ. അപ്പോൾ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ അതിൻ്റെ ഒരു സുഖം ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ ഞങ്ങൾ ക്രിയേറ്റേഴ്സ് ആണ് സാധാരണ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മാക്സിമം എല്ലാവരും തിയേറ്റർ മിസ് ഔട്ട് ചെയ്യാണ്ട് പോയി കാണണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നത്. വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. കാര്യം ഞങ്ങൾക്ക് ആക്ച്വലി ഞാനും അച്ചുവും ഒരു പടത്തിന്റെ ഷൂട്ടില്, സുനിധി വളർന്ന ഒരു പടത്തിന്റെ ഷൂട്ടിൽ അവിടെ പാലക്കാട് സ്റ്റക്കായിരുന്നു. അപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക അവിടെ. ഒബ്വിയസ്ലി ഒരു പടം ഷൂട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ വന്ന് ഓടി കിടന്ന് പ്രൊമോട്ട് ചെയ്യാനുള്ളൊരു സൗകര്യക്കുറവ് ഭയങ്കര കാര്യമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഷൂട്ടിൻ്റെ ഇടയിൽ വന്നിട്ട് തിയേറ്റർ വിസിറ്റ്സ് പരിപാടികളൊക്കെ പിടിക്കണ്ടായിരുന്നു. അപ്പോൾ പറയാൻ വേണ്ടി വന്നത്, പടം നല്ല രീതിയിൽ പോകുന്നുണ്ട്, ആൾക്കാർ കാണുന്നുണ്ട്. നമ്മൾക്ക് തിയേറ്ററിൽ ചെല്ലുമ്പോൾ ഭയങ്കര റെസ്പോൺസുകൾ കിട്ടുന്നുണ്ട്. സോ കണ്ടവർ എന്തായാലും പടം ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മറ്റുള്ളവർക്ക് പരിപാടി പറയുക, പറഞ്ഞ് മറ്റുള്ളവരും കൂടി പടം കാണണം. OTT വന്ന് പടം വിജയിച്ചിട്ട് നമുക്ക് വലിയ കാര്യമില്ല. അല്ല, നമുക്ക് കാര്യമുണ്ട്, പ്രൊഡ്യൂസറിന് വലിയ കാര്യമില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി പടം തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഹൗസ്ഫുൾ ഷോസ് റെഡ് നമുക്ക് ഇങ്ങനെ ബുക്ക് ബൈ ഷോയിലൊക്കെ കാണുമ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് ദിവസം റെഡ് പോട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം രേഖാചിത്രത്തിനാണെങ്കിലും ഇതിനാണ് ഞാൻ രണ്ടിനും വേണ്ടി തിയേറ്റർ വിസിറ്റിന് പോയിട്ടുണ്ടായിരുന്നു. പുണ്യാളിനാണെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് സിനിമകളാണ്. പുണ്യാളൻ കഴിഞ്ഞായിട്ട് ആൾക്കാരുടെ മുഖത്തൊരു പുഞ്ചിരി കാണുമ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു തിയേറ്റർ ഇറങ്ങി കഴിഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ സന്തോഷമുണ്ട്. പിന്നെ ഒരു കാര്യം, ആദ്യം തന്നെ റിയലി സോറി ഇവിടെ എത്താൻ ലേറ്റായി പോയതിന്. ഞാൻ ഇന്ന് രാവിലെ ഇവിടെ എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കൊച്ചിയിൽ. പിന്നെ എൻ്റെ ഹെൽത്തും അത്ര കുറച്ച് വീക്കായിരുന്നു. അപ്പം വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് റിയലി സോറി. അപ്പം സിനിമയ്ക്ക് നല്ല റിവ്യൂ കിട്ടുന്നുണ്ട്. ഇപ്പം മെസ്സേജ് ആണെങ്കിലും ഈ തിയേറ്റർ വിസിറ്റ് ചെയ്യുമ്പോൾ ആൾക്കാരുടെ റെസ്പോൺസ് ആണെങ്കിലും എല്ലാം നല്ലതാണ്. അപ്പം അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഒരു ക്യാരക്ടർ ബ്രേക്ക് കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്രയും നാളും ചെയ്തുവരുന്ന കഥാപാത്രങ്ങൾ ഒന്നെങ്കിൽ ഒരു ഫോളോ അപ്പ് പോലെ, അല്ലെങ്കിൽ ഒരു നാടൻ പെൺകുട്ടി, അല്ലെങ്കിൽ ഒരു കോളേജ് ലവ് സ്റ്റോറി ബ്രേക്ക് ചെയ്തിട്ട് ഒരു കഥാപാത്രമാണല്ലോ ഇത്. ഒരു ആക്ഷൻ രംഗത്തിലേക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്തോ? ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. എനിക്കിതിന്റെ സിനിമ റിലീസ് ചെയ്യുന്ന മുന്നത്തെ ഒരു ഇന്റർവ്യൂലൊന്നും എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സിനിമയെ പറ്റിയിട്ടോ അതിനധികം ക്യാരക്ടറിനെ പറ്റിയിട്ടോ ഒന്നും പറയാൻ പറ്റുന്നുണ്ടായില്ല. ഇത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. അപ്പം അതിന് ആൾക്കാർ അതിനെപ്പറ്റി നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ മോശമാണെങ്കിലും എന്താണെങ്കിലും എല്ലാം ഞാൻ സ്വീകരിക്കുന്നതാണ്. നിങ്ങൾക്ക് നല്ല അഭിപ്രായം എല്ലാം എൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ടെങ്കിലും തീർച്ചയായിട്ടും അത് എന്നെ അറിയിക്കണം. രണ്ടും ഞാൻ സ്വീകരിക്കുന്നതാണ്. അപ്പം ആൾക്കാർ ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പ്രതീക്ഷ ഉണ്ടല്ലോ, പ്രതീക്ഷിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വന്നിരിക്കുന്നത്, മാക്സിമം ആൾക്കാരുടെ അടുത്ത് എത്തിക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ നമുക്ക് എല്ലാ പടവും വർക്കാവണം എന്നുള്ള പ്രതീക്ഷയാണ്. കാരണം നമ്മുടെ സ്വന്തം സൗഭികയുടെയും ബേസിലായിട്ട് എല്ലാവരും പടമെന്നാണ് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ചിന്തയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും മാക്സിമം നമ്മളുടെ പടം പ്രമോട്ട് ചെയ്യുക, അതിൻ്റെ ഓഡിയൻസിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ള പരിപാടിയാണ് നോക്കുന്നത്. ഇപ്പോൾ ബാലചേട്ടൻ പറഞ്ഞ പോലെ അധികം തിയേറ്റേഴ്സിൽ എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിലും പാലക്കാട് നടത്തുള്ള നമ്മൾക്ക് അന്ന് നെക്സ്റ്റ് ഡേ ആണ്, ഫസ്റ്റ് ഡേ തന്നെയാണ് നമ്മൾ പോയത്. സെക്കൻഡ് ഡേ രാഗത്തിലൊക്കെ പോയപ്പോൾ നല്ല റെസ്പോൺസാണ്. തൃശ്ശൂരുകാർക്ക് ഇഷ്ടമായി, നല്ല സന്തോഷം ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. അപ്പം അതിപ്പോൾ ആൾക്കാർ പടം കണ്ടാലേ നമുക്ക് അവരുടെ അടുത്ത് റിവ്യൂ ചോദിക്കാൻ അല്ലെങ്കിൽ നമുക്ക് അറിയാനും പറ്റുള്ളൂ. അപ്പോൾ ആ പടം കാണിക്കുക എന്നുള്ളൊരു ഇതിലാണ് ഞങ്ങളിപ്പോൾ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് പടം കണ്ട് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ട് പറയാൻ പറ്റുള്ളൂ.
ഇതിലും ഒരു സൈക്കോ എലമെന്റുള്ള കഥാപാത്രമാണ്. കൂടുതലായിട്ട് ഇങ്ങനെ ചെയ്യാനുള്ളത് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? ആക്ച്വലി കഥ പറഞ്ഞപ്പോ അത്ര സൈക്കോ ഒന്നും ഉണ്ടായില്ല, ചെയ്തു വന്നപ്പോ സൈക്കോ ആക്കിയത് ഡയറക്ടർ. കഥ പറഞ്ഞപ്പോ സാധാരണ കള്ളനായിരുന്നു, രോമാഞ്ചം പോലെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിഴിഞ്ഞ് അങ്ങനെ ആക്കിയെടുത്താണ്. അപ്പൊ ഇനി ചെയ്യാനായിട്ട് ശ്രമിക്കാം. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ചിരി കുറെ ഇതിൽ വരുന്നുണ്ട്. അല്ല, അത് ബേസിക്കലി ഡയറക്ടർ, ഞാൻ പറഞ്ഞല്ലേ അതിന്റെ ഒരു ഡയറക്ടർ ആക്ടർ ആകാനാണ് ശ്രമിക്കുന്നത് ഒരു ലിമിറ്റ് വരെ. അപ്പൊ അതില് ഇപ്പൊ മഹേഷിന് ആ രീതിക്ക് തന്നെ വേണം, അങ്ങനത്തെ ഒരു പരിപാടി കൊടുക്കണം. അപ്പൊ അങ്ങനെയാണ് ആ രീതി പിടിച്ചു നോക്കിയത്, മാക്സിമം വളരെ ആക്കാണ്ട് നോക്കിയിട്ടുണ്ട്. ഈ മാസം ഈ മാസം ഒരു ഫിലിം കൂടി ഇറങ്ങുന്നുണ്ട്. കഴിഞ്ഞ മാസം ഒരു ഫിലിം ഉണ്ടായിരുന്നു. ബേസിൽ ഇപ്പോ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇന്നെ തന്നെ വിളിക്കുന്നത് ഇപ്പൊ മന്ത്ലി സ്റ്റാർ ആണ്. ഇപ്പൊ അർജുൻ ചേട്ടൻ ആ ട്രാക്കിലേക്കാണ് പോകുന്നത്. എല്ലാ മാസം ഓരോ ഫിലിം ചെയ്യാനുള്ള പരിപാടിയാണോ? എല്ലാ മാസവും ഒരു പടം ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു പടം ചെയ്യണമെങ്കിൽ 35 ദിവസം 40 ദിവസം എടുക്കുമല്ലോ. ഇത് പുണ്യാളൻ ചെയ്തത് 1 വർഷം മുമ്പാണ്. അത് റിലീസായത് 1 വർഷം എടുത്ത് പണി തീർക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിന് മുമ്പത്തെ പടം ചെയ്തത് 6 മാസം മുമ്പാണ്. അപ്പോൾ എല്ലാം കൂടി റിലീസ് ഇപ്പോൾ നമ്മളൊരു ഡേറ്റ് പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ വലിയ സ്റ്റാർസിൻ്റെ അല്ലെങ്കിൽ ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ റിലീസ് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളൊന്ന് പതുക്കെ മാറ്റി വന്നു. കാരണം നമുക്ക് അത്രയും ലെവലിൽ നമുക്ക് ഇനീഷ്യലി കിട്ടുന്ന ഒരു ആക്ടറായി മാറിയിട്ടില്ല നമ്മൾ. അപ്പോൾ ആ ഒരു സേഫ് സൈഡിനാണെന്ന് തോന്നുന്നു പ്രൊഡ്യൂസേഴ്സ് മാറ്റി വെച്ചിട്ട് കിറ്റിയ ഡേറ്റ്സ് ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാം ഒരുമിച്ചായി പോയി. അപ്പോൾ അത് എനിക്ക് പോയി മാറ്റി വെക്കണം എന്നൊക്കെ ഒന്ന് പറയാനൊരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ അത് കേൾക്കാൻ അവർ ബാധ്യസ്ഥ വേണം, അല്ലാണ്ട് വെറുതെ പോയി ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ശ്രമിക്കുന്നുണ്ട് മാക്സിമം നമ്പർ കുറയ്ക്കാൻ. പക്ഷെ എല്ലാം കൂടി റിലീസ് ഡേറ്റ്സ് ഒരുമിച്ച് വരുന്നതുകൊണ്ടാണ് അത് ഞാനത് മനഃപൂർവ്വമല്ല. ഇപ്പോഴത്തെ പ്രവണത പറഞ്ഞാൽ ഹൈപ്പ് കൂടിയ ഫിലിംസിന്റെ കൂടെ ചെറിയ പടങ്ങളുടെ ആരും ശ്രദ്ധിക്കാതെ തോന്നുന്നില്ല. അത് സേഫ് ആണെന്ന് വിചാരിക്കുന്നുണ്ട്. മനസ്സിലായില്ല. ഹൈപ്പ് കൂടിയ ഫിലിംസിന്റെ കൂടെ ചെറിയ ചെറിയ ഫിലിംസ് ഒക്കെ ഇറക്കുമ്പോൾ ആരും ജനങ്ങളിലേക്ക് ശ്രദ്ധ എത്തുന്നില്ല. കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നത് ഹൈപ്പ് വാല്യുള്ള സ്റ്റാർ കാസ്റ്റ് അങ്ങനെ നോക്കി. അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം നല്ല പടങ്ങൾ, വാഴ, ജാനിമൻ ഇറങ്ങിയ സമയത്ത് കൊറോണയും കൂടിയായിരുന്നു, രോമാഞ്ചം. ഇപ്പൊ നല്ല പടങ്ങളും ആൾക്കാർ ഇഷ്ടപ്പെടുന്ന പടങ്ങളും നല്ല രീതിക്ക് ചെയ്തൊരു പടമാണെങ്കിൽ അത് പീസ്ഫുൾ ആയിട്ട് പോകും. അപ്പൊ അങ്ങനെ ഹൈപ്പ്, ഒരു പടത്തിന് ഹൈപ്പ് നല്ലതാണ്, ഒരിക്കലും ഇല്ല എന്ന് പറയണ്ട. പക്ഷെ ഹൈപ്പ് ഇല്ലാത്ത പടങ്ങളും ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു സറൗണ്ടിങ് തന്നെ രണ്ടുപേര് അതിലൊരു പരിമിതി ഉണ്ടല്ലോ, ചെയ്യുന്ന ആക്ടിവിറ്റീസിലാണെങ്കിലും അത് എൻഗേജ് ചെയ്യണം, ലാഗ് ഫീൽ ചെയ്യരുത്. ആക്ച്വലി സിനിമ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തുടങ്ങി നമുക്ക് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് ഒരു പാർട്ട് അതായിരുന്നു. കാര്യം അതിൻ്റെ ഒരു പോർഷനിൽ ഫസ്റ്റ് ഹാഫിലെ ഒരു മേജർ പോർഷൻ ഞാനും അനു മാത്രമേ ഉള്ളൂ. അതൊരു മുറിയിലും വേറെ പുറമേയുള്ള സ്ഥലമാണെങ്കിലും ഒരു സ്ഥലവലും കാണിച്ച ആൾക്കാരെ പറ്റിക്കാം. ഞങ്ങൾ രണ്ടുപേരും കൂടി മുറിയിൽ എന്ത് കാണിക്കുന്നതിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് സ്ക്രിപ്റ്റിൻ്റെ പരമായിട്ടുള്ള ഗുണങ്ങൾ കൊണ്ടും പ്ലസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സിനിമോഗ്രാഫർ ഒരു അത്യുഗ്രഹ കക്ഷിയായിരുന്നു രണദേവ്. കൂടാതെ നമ്മുടെ ആർട്ട് ഡയറക്ടർ, ഡയറക്ഷൻ ടീം. അപ്പോൾ ഇവിടെ എല്ലാവരുടെയും ഒരു പരിപാടി ഉള്ളതുകൊണ്ട് ആണ് നമുക്ക് ആ ഒരു ലാഗ് അങ്ങനെ ഫീൽ ചെയ്യാതെ പരിപാടി അങ്ങനെ രസമായിട്ട് പോകാൻ പറ്റിയത്. അത് ഓൾ ക്രെഡിറ്റ്സ് ടു ദം.